എടാ SLC മാത്സിലെ 101 ഷുവർ ക്വസ്റ്റ്യനിലെ അടുത്ത പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നു. നോക്കിയടാ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയടാ ABT എന്ന് പറയുന്ന ഈ ആംഗിൾ 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എല്ലാ ആംഗിൾസ് അവന്മാർ നിരത്തി എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഈ ഫിഗർ നോക്കി നമുക്ക് പറ്റുന്നതെല്ലാം കണ്ടുപിടിച്ച് വച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ അങ്ങ് എടുത്തെഴുതാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നോക്കിയടാ ഇവിടെ നമുക്ക് 70 ഡിഗ്രി ബി എന്ന് പറയുന്ന ആംഗിൾ 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. എടാ നമ്മൾ കുറച്ച് മുമ്പേ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കോഡ് ടാൻജന്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആ കോഡിനെ മറുവശത്ത് ഉണ്ടാക്കുന്ന ആംഗിളിന് തുല്യമായിരിക്കും. സർക്കിളിൽ മറുവശം ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്ന ആംഗിളിന് തുല്യമായിരിക്കും. എങ്കിൽ ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും ഇവിടെ 70 ഡിഗ്രി. അതിലൊരു സംശയവും വേണ്ട. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ കോഡിന് സർക്കിളിന് ഇപ്പുറത്ത് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ആ ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത സെയിം സാധനം അവിടെ ഇവിടെ ഒരു ലൈനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 70 ആകുമ്പോൾ ഇത് 70 ഇതും 70. അതാണ് കോൺസെപ്റ്റ്. ഇനി നമുക്കറിയാം AOB എന്ന് പറയുന്ന ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്തായിരിക്കും ആംഗിൾ? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. നമ്മൾ സെൻട്രൽ ആംഗിൾ എന്താണോ അതിൻ്റെ പകുതി ആയിരിക്കും പീനുണ്ടാക്കുന്നത്. തിരിച്ചു പറയുമ്പോൾ എന്താ അതിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര വരൂടാ? ഇവിടെ നമുക്ക് 140 ഡിഗ്രി എന്ന് വരും. AOB എന്ന് പറയുന്ന ആംഗിൾ എത്ര വരൂടാ? 140 ഡിഗ്രി എന്ന് വരും. ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് ഏതാണ്? ഈ രണ്ട് കുഞ്ഞ് ആംഗിൾസ്, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും. എടാ എന്താ ഒരു പ്രത്യേകത? അവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ OA എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OB എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് സൈഡ്സുകൾ അവിടെ ഈക്വലാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഇവിടെ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഐസോസിലസ് ആംഗിളിലെ ഈ രണ്ട് ആംഗിൾസും തുല്യരായിരിക്കും. 140 എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ പോയി കഴിഞ്ഞാൽ ബാക്കി രണ്ട് ആംഗിൾസ് ബാക്കിയുണ്ട്. ആ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? വീതിച്ച് നമ്മൾ കൊടുക്കും. എങ്ങനെ കൊടുക്കും? 140 പോയി കഴിഞ്ഞാൽ 40 ഡിഗ്രി ഉണ്ട്. ആ 40 ഡിഗ്രി ഇവിടെ കുഞ്ഞാംഗിൾ 20 ഡിഗ്രി ആയിരിക്കും. മുകളിലും എന്തായിരിക്കും? ഇവിടെ 20 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ എന്ത് കിട്ടൂടാ? ഇവിടെ 20 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 20 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് 70, ഇതും 70. അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രി. ആ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ 140 ഡിഗ്രി പോയാൽ ബാക്കി 40 ഡിഗ്രി നമ്മൾ വീതിച്ചു കൊടുത്തു. 20, 20. ഇനി നമുക്ക് നോക്കാം ഏതെങ്കിലും ആംഗിൾ ഇനി കണ്ടുപിടിക്കാണ്ടോ നോക്കി നോക്കാം. ആദ്യം നമുക്ക് OBT കിട്ടിയോ എന്ന് നോക്കാം. OBT എടാ ആംഗിൾ OBT എന്ന് പറയുന്നത് ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ. OBT എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ 70ഉം 20ഉം ഒന്ന് കൂട്ടി വെച്ചാൽ പോലെടാ. ഈ OBT അല്ലാതെ തന്നെ നമുക്കറിയാം OBT എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ട്? റേഡിയസും ടാൻജന്റും ഉണ്ടാക്കുന്ന അവിടുത്തെ ആംഗിൾ എപ്പോഴും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അല്ലാതെ ഇവിടെ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 20 ഡിഗ്രി, ഇത് 70 ഡിഗ്രി. അവിടെ എത്ര കിട്ടൂടാ? 90 ഡിഗ്രി എന്ന് OBT കിട്ടും. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയടാ OBA എന്ന് പറയുന്ന ആംഗിൾ OBA എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞ് ആംഗിൾ എത്ര? അത് OBA എന്ന് പറയുന്ന ആംഗിൾ എത്ര കിട്ടി? നമുക്ക് 20 ഡിഗ്രി എന്ന് കിട്ടി. OBA എന്ന് പറയുന്ന ആംഗിൾ 20 ഡിഗ്രി. ഇതാ ഫിഗർ നോക്കുക, മാർക്ക് ചെയ്യാം. അടുത്ത് AOB എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ. അതെത്ര? AOB എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ നമുക്ക് 140 ഡിഗ്രി എന്ന് കിട്ടി. 140 ഡിഗ്രി എന്ന് AOB കിട്ടി. സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടി. ഇനി നോക്കാം APB എന്ന് പറയുന്ന ആംഗിൾ. APB ഇതായിരിക്കുന്നു 70 ഡിഗ്രി. റെഡ് കളറിൽ മാറ്റിയിട്ടുണ്ട് APB. അതെത്ര? APB നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടി. സിമ്പിൾ ആംഗിൾ അല്ലടാ, എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഭവം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ല? അടുത്ത ഇതുപോലത്തെയാണ് ഫിഗർ. കുറേ ആംഗിൾസ് കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് ഫിഗറിലെല്ലാം കണ്ടുപിടിച്ചിട്ട് ഓരോ ആംഗിൾസ് ആയിട്ട് നമുക്ക് എടുത്തെഴുതാം. നോക്കിയിടാം. ആദ്യം ഇത് 105 ഡിഗ്രി ആണെങ്കിൽ D എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരിക്കും ഇവിടെ? A എന്ന് പറയുന്ന പോയിന്റ്, C എന്ന് പറയുന്ന പോയിന്റ്, B എന്ന് പറയുന്ന പോയിന്റ്, D എന്ന് പറയുന്ന ഈ 4 പോയിന്റും സർക്കിളിൽ ഇരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ കോർഡിലേറ്ററിൽ ഒരു സൈക്ലിക് കോർഡിലേറ്ററാണ്. അപ്പോൾ ഇവിടെ 105 ഡിഗ്രി ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ കൂട്ടുമ്പോൾ സപ്ലിമെൻ്ററി കിട്ടണം. അപ്പോൾ എത്ര ആയിരിക്കും? 180 നിന്ന് ഈ 105 കുറച്ച് എഴുതിയാൽ മതി. ബാക്കി എത്ര തരും? 75 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ADB എന്ന് പറയുന്ന ആംഗിൾ ആരാ? C എന്ന് പറയുന്ന ആംഗിളായിട്ട് കൂട്ടുമ്പോൾ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എത്ര ഇടൂടാ? 75 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ആലോചിച്ച് നോക്കടാ, ഇവിടെ 75 ഡിഗ്രി ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്ര വരും? അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും അല്ലേ? 70 ഡിഗ്രി ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? ഇവിടെ നേരെ ഡബിൾ ആയി. തിരിച്ച് പറയുമ്പോൾ ഹാഫ് ആയിരിക്കും, അങ്ങോട്ട് പറയുമ്പോൾ എന്താ? ഡബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര വരും? 150 ഡിഗ്രി സെൻട്രൽ ആംഗിളും കിട്ടി. ഇനി അടുത്ത്
വേറെ ഏതാ? ABO എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുകയുണ്ട്. അപ്പോൾ അവിടെ അവരത് മാർക്ക് ചെയ്തിട്ടില്ല, നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഏത് ലൈൻ ജോയിൻ ചെയ്താൽ മതിയടാ? AB എന്ന് പറയുന്ന ഈ ലൈൻ ജോയിൻ ചെയ്താൽ നമുക്ക് ആരെ കിട്ടൂടാ? ABO എന്ന് പറയുന്ന ആംഗിൾ മാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ സെയിം സാധനം. ഇവിടെ ഉണ്ടാവുന്ന OBയും റേഡിയസ്, OAയും റേഡിയസ്. അപ്പോൾ അത് എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആംഗിള് 180 ഡിഗ്രി ആണെങ്കിൽ ബാക്കി 30 ഡിഗ്രി ആ ട്രയാങ്കിൾ വരണം. ആ 30 ഡിഗ്രി ഈക്വൽ ആയിട്ട് വിധിച്ചു കൊടുത്താൽ മതി. ഓക്കെ, 150 പോയാൽ ബാക്കി 30 ഡിഗ്രി വരും. അപ്പോൾ ഈ കുഞ്ഞ് ആംഗിൾ എത്ര വരും? 30ന്റെ പകുതി എത്ര വരും? ഇത് എത്ര വരും? 15 ഡിഗ്രി വരും. ഇവിടെ എത്ര വരും? 15 ഡിഗ്രി വരും. അപ്പുറം ഇപ്പുറം എന്തായിരിക്കും? 15 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തന്നിരുന്നു? ഇത് 105 ആയിരുന്നു. സപ്ലിമെന്ററി ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എത്ര കിട്ടും? 75 ഡിഗ്രി. 180 കുറച്ച് എഴുതുക. അതിന്റെ നേരെ ഡബിൾ എടുക്കുമ്പോൾ സെൻട്രൽ ആംഗിൾ 180 എന്ന് കിട്ടും. ഇവിടെ ഉണ്ടായ ട്രയാംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്, ഐസോസിലസ് ട്രയാംഗിൾ ആണ്. അപ്പോൾ രണ്ട് ആംഗിൾസുകൾ ഈക്വൽ ആയിരിക്കും. സെൻട്രൽ ആംഗിൾ പോയാൽ ബാക്കി 30 ഉണ്ട്. അപ്പോൾ 15. ഇനി ലാസ്റ്റ് ഒരുത്തനെ കൂടെ കണ്ടുപിടിക്കേണ്ടതാണ്. ഈ പുറത്ത് നിൽക്കുന്ന P എന്ന് പറയുന്ന ആംഗിളിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഒരു കോർഡിലേറ്ററിൻ്റെ കോർഡിലേറ്റർ എന്ന് പറഞ്ഞാൽ 4 വെർട്ടെക്സ് കാണും. ഒരു കോർഡിലേറ്ററിൻ്റെ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് സെൻറ്ററിലും, ഓക്കെ, 2 വെർട്ടെക്സ് എന്ന് പറയുന്നത് സർക്കിളിലും, 4ാമത്തെ വെർട്ടെക്സ് ടാൻജന്റുകൾ മീറ്റ് ചെയ്യുന്ന, അതായത് ടാൻജന്റുകൾ പുറത്ത് മീറ്റ് ചെയ്യുന്ന ഔട്ട്സൈഡ് പോയിന്റും ആണെങ്കിൽ എന്തൊക്കെയാണ്? ഒരു വെർട്ടെക്സ് സെന്ററിലിരിക്കണം, 2 വെർട്ടെക്സുകൾ സർക്കിളിലിരിക്കണം, അവസാനത്തെ 4ാമത്തെ വെർട്ടെക്സ് എവിടെ ഇരിക്കണോടാ? ടാൻജന്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ ആ കോർഡിലേറ്ററൽ എപ്പോഴും ഒരു സൈക്ലിക് കോർഡിലേറ്ററൽ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കടാ, O സെന്ററിലാണ്, Aയും Bയും സർക്കിളിലാണ്, P എന്ന് പറയുന്നത് ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന ഔട്ട്സൈഡ് പോയിന്റ് ആണെങ്കിൽ അതൊരു സൈക്ലിക് കോർഡിലേറ്ററൽ ആയിരിക്കും. എങ്കിൽ ഇത് 180 ഡിഗ്രി ആണെങ്കിൽ ഇവനെ കണ്ടുപിടിക്കാൻ സൈക്ലിക്കിന്റെ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര വരൂടാ? 30 ഡിഗ്രി വരും. എങ്കിലല്ലേ 180 ആവൂ? 150 180 കുറച്ചാൽ പോരെ? എത്ര? 30 ഡിഗ്രി നീട്ടും. ഇനി നമുക്ക് ചോദിച്ച ആംഗിൾസ് ഒക്കെ എഴുതിയെടുക്കാം. ഓക്കെ, APB ചോദിച്ചു, APB കണ്ടുപിടിച്ചു, എത്ര? 30 ഡിഗ്രി. അടുത്ത് ABP ചോദിച്ചു, ABP കണ്ടുപിടിക്കാൻ ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചില്ല. ABP എന്ന് പറയുന്നത് ഈ കുഞ്ഞാംഗിൾ, ഈ ആംഗിൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു കാര്യം അറിയണം. OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്, BP എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഇത്ര ആംഗിൾ എത്ര വരും? 90 ഡിഗ്രി ആയിരിക്കും. ടോട്ടൽ എത്ര വരും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. എങ്കിൽ ബാക്കിയുള്ളതാണ് ABP. കണ്ടുപിടിക്കാൻ 90യിൽ നിന്ന് ഈ 15 അങ്ങ് കുറച്ച് കളഞ്ഞാൽ, അല്ലേ? മൊത്തം 90 ഡിഗ്രി ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ABP എന്ന് പറയുന്ന ഇത് മുതൽ ഇതുവരെയുള്ള ആംഗിളാണ്. അപ്പോൾ 90യിൽ നിന്ന് 15 കുറച്ച് കളഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടൂടാ? എന്ത് കിട്ടും? ABP എന്ന് പറയുന്ന ഈ ആംഗിൾ കിട്ടും. എത്ര? 90 15 കുറച്ചാൽ ബാക്കി 75 ഡിഗ്രി ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ, ഇല്ലെങ്കിൽ തിയറം ഉണ്ട് വേറെ. എന്താ തിയറം? കോഡ് ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിൾ തുല്യമായിരിക്കും. ഈ 75 തന്നെ ഇവിടെ വരും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ എന്ത് കിട്ടൂടാ? 75 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇതൊന്നും എളുപ്പമാണ്. ഇത് മൊത്തം 90 ആണ്. ആ 15 കുറച്ച് കളഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും? 75 ഡിഗ്രി കിട്ടും. ഇനി നോക്കിയടാ, ABO കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്ര? 15 ഡിഗ്രി. ABO കുഞ്ഞാംഗിൾ എത്ര? 15 ഡിഗ്രി. സിമ്പിൾ ആണത്. അടുത്ത് ADB ഇതായിരിക്കുന്നു 75 ഡിഗ്രി. അതും നമ്മൾ 75 ഡിഗ്രി അതും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 75 ഡിഗ്രി. ഇനി ഏതാ? AOB സെൻട്രൽ ആംഗിൾ എത്രടാ? 150 ഡിഗ്രി. എല്ലാവരും ആയി. അപ്പം ഫിഗർ കിട്ടുക. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക, എന്നിട്ട് ചോദിച്ച ആംഗിൾസ് മാത്രം എടുത്തെഴുതുക. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ സാധനം? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത് ഒരു ഇൻസർക്കിളുള്ള ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിൽ AB എന്ന് പറയുന്ന സൈഡ് 7 സെൻറ്റിമീറ്റർ, പെരിമീറ്റർ 24 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് APയും BQയും CRും കൂട്ടുന്നത് 12ന് തുല്യമെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ തന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. നോക്കിയണം.
പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 24 സെന്റിമീറ്റർ. പെരിമീറ്റർ എന്ന് പറയുന്ന ആള് എന്തിന് തുല്യമായിരിക്കും? എല്ലാ സൈഡ്സും കൂട്ടുന്നതിന് ചുറ്റുള്ളതില്ല. അപ്പോൾ എല്ലാ സൈഡ്സും കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഇവിടെ ഏതൊക്കെ സൈഡ്സ് ഉണ്ട് ട്രയാങ്കിളിന്? AB എന്ന് പറയുന്ന സൈഡ്സ് ഉണ്ട്, പിന്നെ AC എന്ന് പറയുന്ന സൈഡ് ഉണ്ട്, പിന്നെ ആരുണ്ട്? BC എന്ന് പറയുന്ന സൈഡ്. ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 24 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നോക്കി 3 സൈഡ്സുകൾ കൂട്ടുന്നതായിരിക്കും ആ ട്രയാങ്കിളിന്റെ ചുറ്റുള്ളത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കണേ. AB എന്ന് പറയുന്ന സൈഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെയാ? AP എന്നും PB എന്നും. ഇത് രണ്ടും കൂടെ ചേരുന്നില്ലടാ AB. അപ്പൊ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? AP പ്ലസ് PB എന്ന് എഴുതാം. ആരെ? ABക്ക് പകരം. ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ABക്ക് പകരം AP എന്നും PB എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതുപോലെ AC-ക്ക് പകരം അവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാടാ? AR പ്ലസ് ഏതാ? CR അല്ലേ? AC-ക്ക് പകരം എങ്ങനെ എഴുതാം? AR പ്ലസ് CR. ഇതുപോലെ BC-ക്ക് പകരം എന്തൊക്കെ എഴുതാം? BQ പ്ലസ് CQ. ഓക്കെ, BC-ക്ക് പകരം എന്താ എഴുതാം? BQ പ്ലസ് CQ. അതായത് ഓരോ സൈഡിനെ രണ്ട് വീതം സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഫിഗർ നോക്കി എഴുതാൻ പറ്റും. AB-ക്ക് പകരം AP പ്ലസ് PB, AC-ക്ക് പകരം AR പ്ലസ് CR, BC-ക്ക് പകരം QB അല്ലെങ്കിൽ BQ പ്ലസ് CQ എന്ന് എഴുതാം. ഇനി ശ്രദ്ധിച്ചിരിക്കുക, നോക്കിയിടാം. 3 ഔട്ട്സൈഡ് പോയിന്റ്. ഏതൊക്കെ 3 ഔട്ട്സൈഡ് പോയിന്റ്? എന്താ നോക്കിയേ. A എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡ് പോയിന്റ്, B എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡ് പോയിന്റ്, C എന്ന് പറയുന്ന ഒരു ഔട്ട്സൈഡ് പോയിന്റ്. 3 ഔട്ട്സൈഡ് പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജൻസുകൾ വരയ്ക്കാം. Aയിൽ നിന്ന് 2 ടാൻജന്റ്, Bയിൽ നിന്ന് 2 ടാൻജന്റ്, Cയിൽ നിന്നും 2 ടാൻജന്റ്. ഈ 2 ടാൻജൻസുകളും തമ്മിൽ ഈക്വൽ ആയിട്ടേ പോകും അല്ലെ? AP എന്ന് പറയുന്നത് AR-ന് തുല്യം, BP എന്ന് പറയുന്നത് BQ-ന് തുല്യം, CR എന്ന് പറയുന്നത് CQ-ന് തുല്യം. അതായത് ഈ 2 സൈഡ്സും ഇതും ഈക്വൽ ആയിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേരുകൾ ഈക്വൽ ആയിരിക്കും. അത് ഞാൻ ഇവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോണേടാ. അതായത് ഞാൻ 3 കളറിൽ മാർക്ക് ചെയ്ത് തരാം. എന്താ? AP-യും AR-ഉം ഈക്വലാണ്. ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. AP-യും AR-ഉം ഈക്വലാണ്. ഇനി ആരൊക്കെ ഈക്വൽ നോക്കാം? PB-യും BQ ഈക്വലാണ്. സെറ്റല്ലേ? PB-യും BQ-യും ഈക്വലാണ്. ഇനി ലാസ്റ്റ് വൺ നോക്കിയടാ. CR-ഉം CQ-യും ഈക്വലാണ്. AP AR-ന് ഈക്വൽ, PB BQ-ന് ഈക്വൽ, CR CQ-ന് ഈക്വൽ. ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈക്വൽ ആയിട്ടുള്ള 2 പേരെ നമുക്ക് ഒരാളുടെ ടേമിലോട്ട് മാറ്റാൻ പറ്റും. അതായത് AP AR-ന് ഈക്വൽ ആണെങ്കിൽ AP-ക്കും AR-നും പകരം ഞാൻ 2 പേരെയും AP എന്ന് വിളിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം 2 പേര് തുല്യരാണ്. അപ്പൊ ഞാൻ AR-നെയും AP എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ AP എനിക്ക് AR എന്ന് വിളിക്കാം. തമ്മിൽ അവർ ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ AP-യെയും AR-നെയും ഒരുമിച്ച് 2 AP എന്ന് വിളിക്കും. കാരണം ഇതിനും AP എന്ന് എഴുതാം, ഇതിനെ AP എന്ന് എഴുതാം. രണ്ടും കൂടെ ചേരുമ്പോൾ അവിടെ എന്ത് വരൂടാ? 2AP എന്ന് വരും. ഓക്കെ, AP-യും AR-നും കൂടെ ഞാൻ ഒരുമിച്ച് എന്തെന്ന് എഴുതി? 2AP. എന്തുകൊണ്ട്? AP-യും AR-ഉം ഈക്വലാണ്. അതുപോലെ PB-യും BQ-യും ഈക്വലാണ്. ഞാൻ 2 പേരെയും 2BQ എന്ന് വിളിച്ചു. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം 2PB എന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കാം. ചെയ്യണം, ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രൂഫിൽ അവർ ചോദിച്ചത് AP-യും BQ-യും CR-ഉം. അപ്പം നമുക്ക് വേണ്ട ആൾക്കാരെ മാത്രം നമുക്ക് മതി, വേറെ കഷ്ടപ്പാടൊന്നും നമ്മൾ എടുക്കണ്ട. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ വേണമെങ്കിൽ 2PB എന്ന് എഴുതാം. ഓക്കെ, എനിക്ക് വേണ്ടത് ഏതാ? BQ ആ. അതുകൊണ്ട് തന്നെ ഞാൻ PB-യും BQ-നെയും കൂടെ ചേർത്ത് 2BQ എന്ന് പറഞ്ഞു. ഇതുപോലെ ലാസ്റ്റ് ആരാടാ? CR-നെയും CQ-വിനെയും ചേർത്ത് എനിക്ക് 2CQ എന്നും പറയാം, 2CR എന്നും പറയാം. പക്ഷെ എനിക്ക് വേണ്ടത് ഏതാ? CR. അതുകൊണ്ട് 2CR എന്ന് പറയും. ഇതെല്ലാം കൂടെ കൂട്ടുന്നത് 24-ന് തുല്യമാണ്. ഓക്കെ ആണോ? ഇത്രയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് എഴുതി, പെയർ ആയിട്ടുള്ള ഈക്വൽ സാധനങ്ങളെ ഒരുമിച്ച് എഴുതി. അതായത് 2AP, 2BQ, 2CR. ഇവരെല്ലാവരെയും നിന്നും ആര് കോമൺ എടുക്കാം? 2 എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്ക്, ഒരു നമ്പറിനെ നമുക്ക് കോമൺ എടുക്കാം. 2 എന്ന് പറയുന്ന നമ്പറിനെ കോമൺ എടുക്കുമ്പോൾ ആരൊക്കെ എന്താ അകത്ത് വരൂടാ? AP, BQ, CR 3 പേര് അകത്ത് വരും. ഈക്വൽ ടു 24. നോക്കിയടാ, ഇത്രയും വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? 2 എന്ന് പറയുന്ന ആളെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ എന്ത് കിട്ടും? AP പ്ലസ് BQ പ്ലസ് CR ഒറ്റയ്ക്കാവും. 2 അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും. ദാറ്റ് ഈസ് 24/2. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ ഈസ് ദ ആൻസർ. ഇതല്ലടാ ഈ പാർട്ട് ചോദിച്ചത്.
ഇതല്ലേ എ പാർട്ടി ചോദിച്ചത്. എ പിയും ബി ക്യൂവും സി ആറും കൂട്ടുന്നത് എന്തിന് തുല്യമായി എടാ? 12ന് തുല്യമായി. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന ഓർഡർ പോലെ ഇരിക്കും നമ്മുടെ പ്രൂഫ് കിട്ടാൻ. ഓക്കെ, എ പാർട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ബി പാർട്ട് ക്വസ്റ്റ്യൻ സിമ്പിൾ ആടാ. ചോദിച്ചത് എന്താണ്? ക്യൂ സിയുടെ നീളം. ഞാൻ ഇവിടെ കണ്ടുപിടിച്ച സാധനം ഒന്ന് എടുത്തെഴുതുകയാണ് എടാ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ച സാധനം ഒന്ന് എടുത്തെഴുതുകയാണ്. ബ്ലാക്ക് എടുക്കാം. നോക്കിയടാ, എ പി പ്ലസ് ബി ക്യൂ പ്ലസ് സി ആർ ഈസ് ഈക്വൽ ടു 12 എന്നൊരു സാധനം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നോക്കിയടാ, എ പിയും ബി ക്യൂവും കൂടെ ചേരുന്നത്, എ പിയും ബി ക്യൂവും കൂടെ ചേരുന്നത് എന്തിന് തുല്യമായിരിക്കും? എന്താ? എ ബി എന്ന് പറയുന്ന ഈ നീളത്തിന് തുല്യം അല്ലേ? എ പിയും എന്താണ്? എ പിയും ബി ക്യൂ അല്ലടാ. ഓക്കെ ഓക്കെ, ബി ക്യൂ നമുക്ക് മാറ്റി എഴുതാം കേട്ടോ. ബി പി എന്നത്. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, നോക്കിക്കോണം, ശ്രദ്ധിച്ചിരിക്കണേ. ഇവിടെ നമുക്ക് ഇതാക്കിയോ ഒരു ചെറുതായിട്ട് മാറ്റി എഴുതാം. നമ്മൾ സാധനം എടുത്തെഴുതി എന്നിട്ട് എ പി പ്ലസ് ബി ക്യൂവിന് പകരം ഞാൻ ബി പി എന്ന് കൊടുക്കുക. എന്തിനാ? എ ബി ഫോം ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സാധനം എടുത്തെഴുതി. അവിടെ എ പിയും ബി ക്യൂവും നമുക്ക് കൂട്ടുമ്പോൾ എ ബി കിട്ടണം. പക്ഷെ ബി ക്യൂ എഴുതിയാൽ കൺഫ്യൂഷനാണ്. ആ ബി ക്യൂവിനെ ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതൂടാ? അത് ബി പിക്ക് തുല്യമാണ്. അപ്പോൾ ചെറിയ ഒരു ചേഞ്ച് അവിടെ വരുത്തി ബി ക്യൂവിന് പകരം ഞാൻ ബി പി എന്ന് കൊടുത്തു. അതാണ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ഒരു ചേഞ്ച് ഇവിടെ വരുത്തിയില്ലെങ്കിൽ ഇത് കൂട്ടുമ്പോൾ എനിക്ക് ഒരിക്കലും എ ബി കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചെഴുതി ബി ക്യൂവിന് പകരം ഞാൻ എന്ത് എഴുതിയടാ? ബി പി എന്ന് എഴുതി. ഇനി നമുക്കൊന്ന് കൂട്ടാം. ഏതാ? എ പിയും ബി പിയും കൂടെ ചേർന്നാൽ എത്ര വരുടാ? എ ബി വരും പ്ലസ് സി ആർ ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ. എ ബിക്ക് പകരം കൊടുക്കാൻ ആളുണ്ട്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര? 7. 7 പ്ലസ് സി ആർ ഈസ് ഈക്വൽ ടു 12. സി ആർ കണ്ടുപിടിക്കാൻ 7 അപ്പുറത്തും 12 മൈനസ് 7 5 സെൻറ്റിമീറ്റർ ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേടാ, കണ്ടുപിടിച്ച സാധനത്തിൽ നിന്ന് നമുക്ക് എ ബി ഒരിക്കലും ഫോം ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ബി ക്യൂവിനെ ഒന്ന് മാറ്റി ബി പി എന്ന് എഴുതാം. കാരണം അവർ നമ്മൾ ഈക്വല. ബി ക്യൂവും ബി പിയും സെയിം ആണ്. അവിടെ എ ബി അറിയാം, സി ആർ അറിഞ്ഞൂടാ, 12 എന്നൊരു വാല്യൂ അറിയാം. സി ആർ കണ്ടുപിടിക്കാൻ 12 മൈനസ് 7 5 സെൻറ്റിമീറ്റർ ഈസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ? സെറ്റല്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ശരി, ഓക്കെ. 2021 മോഡൽ ചോദിച്ച ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫിഗർ തന്നെ എല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു കോർഡിലേറ്ററിലുണ്ട്. കോർഡിലേറ്ററിൻ്റെ ഉള്ളിലൊരു ഇൻസർക്കിൾ ഉണ്ട്. എന്നിട്ട് കുറേ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കിയടാ, ശ്രദ്ധിച്ചിരുന്നോ? ഏതൊക്കെ തന്നിട്ടുണ്ട്? പി എ 5 എഴുതാം. 5. ക്യൂ ബി ഇവിടെ എവിടെയെങ്കിലും കാണാം. ക്യൂ ബി എത്ര? 4. ആർ സി എന്ന് പറയുന്നത് 3. എസ് ഡി എന്ന് പറയുന്നത് 2. ഒന്ന് കൂട്ടി നോക്കണം. നമുക്ക് കൂട്ടുന്നതിന് മുമ്പ് തിയറം അപ്ലൈ ചെയ്യാം. എന്താ തിയറം? ഔട്ട് സൈഡ് പോയിന്റിൽ നിന്ന് 2 ടാൻജന്റ് വരയ്ക്കാം. 2 പേരും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 4 ആണെങ്കിൽ ഇത് എ ക്യൂ എ അല്ലെങ്കിൽ എ ക്യൂ 4 ആയിരിക്കും. പി എ 5 ആണെങ്കിൽ പി ഡി 5 ആയിരിക്കും. എസ് ഡി 2 ആണെങ്കിൽ എസ് സി 2 ആയിരിക്കും. ആർ സി 3 ആണെങ്കിൽ ആർ ബി 3 ആയിരിക്കും. ഇപ്പൊ ആർക്കും ഡൗട്ട് കാണില്ല. അത് ഔട്ട് സൈഡിൽ നിന്ന് വരയ്ക്കുന്ന 2 ടാൻജന്റുകൾ ഈക്വൽ ആണ്. അപ്പൊ 4 4 5 5 2 2 3 3 ഓക്കെ ആണല്ലോ. ഇനി തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മാത്രം മതി. ആൻസർ റെഡി. നോക്കിയിടാം. എ പാർട്ട് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി? പി ഡിയുടെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പി ഡിയുടെ നീളം കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട, ഫിഗറിലോട്ട് നോക്കുക. എത്രയാടാ പി ഡി? 5 സെന്റിമീറ്റർ. എടുത്തെഴുതുക, ജോലി തീർന്നു. ബി പാർട്ട് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി കോഡിലേറ്ററൽ പി ക്യു ആർ എസ്? പി ക്യു ആർ എസ് എന്ന് പറയുന്ന കോഡിലേറ്ററിന്റെ പെരിമീറ്റർ എത്ര? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എല്ലാ സൈഡും കൂടെ കൂട്ടിയാൽ മതി. ആരൊക്കെയാടാ? പെരിമീറ്റർ ആണ്. പി ക്യു എന്ന സൈഡ്, ക്യു ആർ എന്ന സൈഡ്, ആർ എസ് എന്ന സൈഡ്, എസ് പി എന്ന സൈഡ്. ഈ 4 സൈഡുകളും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ കോഡിലേറ്ററിന്റെ എന്താ? പെരിമീറ്റർ. നോക്കാം. പി ക്യു എന്ന് പറയുന്ന സൈഡ് ഇതാ ഇത്രയും. 5 + 4 എത്ര വരും? 9. ക്യു ആർ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. 3 + 4 എത്ര? 7. ആർ എസ് എന്ന് പറഞ്ഞാൽ ഇത്രയും, 2ഉം 3ഉം കൂടെ 5. എസ് പി എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. അത് എത്രടാ? 7. എത്ര വരുന്നടാ? ഇപ്പൊ തന്നെ 7ഉം 7ഉം 14, 14ഉം 5ഉം 19, 19ഉം 9 എത്ര വന്നടാ? 28 സെന്റിമീറ്റർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് കോഡിലേറ്റർ. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് ഫിഗറിൽ തന്നെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ചോദിച്ച സാധനങ്ങളൊക്കെ എടുത്തെഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാൻ കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഓക്കേടാ, 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോണേ, ഏതാ ടാൻജൻസ് നമുക്ക് അപ്പോഴേക്കും അവസാനിപ്പിക്കാം. നോക്കിയടാ, ഇവിടെ നമുക്ക് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി, ഒ എന്ന പി ഒ ക്യു എത്ര 110 ഡിഗ്രി കണ്ടുപിടിക്കാൻ ചോദിച്ചത് ROQ ആ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു സർക്കിൾ മുഴുവനായിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ ഈ മൊത്തം ആംഗിൾ എത്ര വരും ഇവിടെ? 360 ഡിഗ്രി എന്ന് വരും. അപ്പം 100ഉം 110ഉം കൂടെ ഈ എത്ര വന്നു? 210 ഡിഗ്രി ആയി. ഓക്കെ, 100ഉം 110ഉം കൂടെ 210 ഡിഗ്രി ആയി. ഇനി ബാക്കി എത്ര വന്നാൽ 360 കംപ്ലീറ്റ് ചെയ്യാൻ ആലോചിച്ചാൽ മതി. അല്ലാതെ 360 മൈനസ് അങ്ങനെ വേണ്ട, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 100ഉം 110ഉം കൂടെ ഇവിടെ എത്ര കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു? എത്ര? 210 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി എത്രയും കൂടെ മതിയടാ? ബാക്കി നമുക്ക് ബാക്കി 150 കൂടെ മതി അല്ലേ? 150 കൂടെ മതി. 110ഉം 100ഉം കൂടെ 210, ബാക്കി എത്ര മതി? 150 കൂടെ മതി. ഇത് എ പാർട്ട് ക്വസ്റ്റിനെ ആയുള്ളൂ. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് QOR ആയുള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? എ കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം, സി കണ്ടുപിടിക്കണം. ഞാൻ കുറച്ച് മുമ്പുള്ള ഒരു പ്രോബ്ലത്തിൽ ഒരു തിയറത്തെ പറ്റി പറഞ്ഞു. ഒരു ക്വാഡ്രിലേറ്ററിൽ ഒരു വെർട്ടെക്സ് സെന്റർ, 2 വെർട്ടെക്സ് സർക്കിളിൽ 4ാമത്തെ വെർട്ടെക്സ് ടാൻജന്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ അതൊരു സൈക്ലിക് കോർഡിലേറ്റർ ആയിരിക്കും. എടാ, നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ ഈ ഒരു ഷേപ്പിൽ വരും. ഇങ്ങനെ ഇത് സെൻറ്റർ ആയിരിക്കും, ഈ 2 പോയിന്റും സർക്കിളിലായിരിക്കും, ഇത് ഔട്ട് സൈഡ് പോയിന്റ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ മീനാക്കാം. ഇതുപോലെ ഇരിക്കും കണ്ടോ? ഈ ഷേപ്പിൽ വരുന്ന ഈ ഒരു സാധനം എപ്പോഴും എന്തായിരിക്കും? ഒരു സൈക്ലിക് കോർഡിലേറ്റർ ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഇത് സെൻറ്റർ ആയിരിക്കണം, ഇത് രണ്ടും സർക്കിൾ ഇരിക്കണം, ഇത് വെളിയിരിക്കണം. ഇത് എപ്പോഴും സൈക്ലിക് ആയിരിക്കും. എങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സെറ്റ് ഇവിടെ 3 ഉണ്ട്. ഇതൊരു സൈക്ലിക് കോർഡിലേറ്റർ, ഇതൊരു സൈക്ലിക് കോർഡിലേറ്റർ, ഇതും ഒരു സൈക്ലിക് കോർഡിലേറ്റർ. എങ്കിൽ ആലോചിച്ച് നോക്കടാ, ഇത് 150 ആണെങ്കിൽ എത്ര വരും? ഇത് 150 ആണെങ്കിൽ 150ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 180 കിട്ടുന്ന ആലോചിച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 30 ഡിഗ്രി ഈസ് ദ ആൻസർ. ഓക്കെ, ഇത് 150 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരും? 30 ഡിഗ്രി. എങ്കിൽ ആലോചിച്ച് നോക്ക്, ഇത് 100 ഡിഗ്രി ആണെങ്കിൽ എത്ര വരും? അത് എത്ര വരും? 80 ഡിഗ്രി എന്ന് വരും. എങ്കിൽ ആലോചിച്ച് നോക്ക്, ഇത് ബി ആണ്, ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും? 70 ഡിഗ്രി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആ തിയറി അറിയാമെങ്കിൽ ആംഗിൾ എന്താ സ്പീഡായിട്ടൊക്കെ ചെയ്യാം. സിമ്പിൾ അല്ലേ സാധനം? ഓക്കെ അല്ലേ? അപ്പം സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. ഇതുപോലത്തെ ഒരു കോർഡിലേറ്റർ ഉണ്ടോ എന്ന് നോക്കുക. കോർഡിലേറ്റർ ആണെങ്കിൽ അത് സൈക്ലിക് ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ അത് 180 ഡിഗ്രി ആയിരിക്കും. ഒരുത്തൻ അറിയാമെങ്കിൽ മറ്റവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.